ഇത് കൊച്ചുവേളി പാതിരപ്പിയാണ്. ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു, ഒരു ഓടയൊക്കെ കെട്ടുന്നുണ്ട്. നല്ല കാര്യമാണ്. അതിവിടെ എല്ലാവർക്കും ഒരു നല്ല കാര്യത്തിനാണ് ഓട വന്നത്. പക്ഷേ ഓട വന്ന് ഇത്രയും ദിവസമായിട്ടും അത് പെട്ടെന്ന് പൂർത്തിയാക്കുന്നില്ല. കൂടുതൽ ആൾക്കാരെ വച്ച് നല്ല രീതിയിൽ ഇതൊന്ന് പണിതെടുക്കാൻ വേണ്ടി ആരും മുൻകൈ എടുക്കുന്നില്ല. അത് കൂടുതൽ ആൾക്കാരെ വച്ച് ചെയ്യണം. മഴക്കാലം വന്നു. അതുമാത്രമല്ല, ഇവിടെ നടക്കാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആട്ടയെ മാത്രം ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ, അവർക്കൊന്നും ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് നടന്നും ഈ രോഗികളായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓട വന്നത് നല്ലതെന്നുള്ള തന്നെയാണ്. ഇതിത്തിരി പെട്ടെന്ന് പണി തീർക്കേണ്ട ആവശ്യവും ഉണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ ഈ അടുത്തുള്ളവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇടുന്നത്. പലരും നമ്മളെ വിളിച്ച് ചെന്ന് ചോദിക്കാൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് ആദ്യം നല്ല സ്പീഡിലാണ് ചെയ്ത് തുടങ്ങിയത്. വളരെ നല്ല കാര്യമാണ്. ഇനി ഇവിടെ റോഡ് വേണം, അതിനോടൊപ്പം തന്നെ ഒരു കാറ് വരാനോ എല്ലാത്തിനൊക്കെ സൗകര്യമാവും. പക്ഷെ അതൊക്കെ സ്പീഡാക്കണം. ഒരുപാട് പേർക്ക് ഇതിൻ്റെ പ്രയാസം ഉണ്ട്. പലരും ഒരുപാട് നടന്നൊക്കെയാണ് പോകുന്നത്. ഇത് നല്ലതെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതൊന്ന് പെട്ടെന്നൊന്ന് പണി തീർക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ വെച്ച് പെട്ടെന്ന് പണി ചെയ്ത് തീർക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും ഒട്ടും വയ്യാത്തവർക്കും കാറെല്ലാം കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് പോവുകയാണ്. അവർ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ പോകാം. പക്ഷേ ഈ പ്രായമായവരൊക്കെ എന്ത് ചെയ്യും? അതുകൊണ്ട് അതിന് പെട്ടെന്നൊന്ന് പണി തീർക്കണം. എല്ലാം ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. ഒന്നുകൂടെ കൂടുതൽ ആൾക്കാരെ വെച്ചൊന്ന് പണി ചെയ്തെടുക്കണം. നമ്മുടെ ഈ പാതിരപ്പിക്കകത്തുള്ളവർക്ക് വലിയ ആഗ്രഹം. ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുകൂടെ വന്നത് സ്പീഡപ്പ് ആക്കി ആൾക്കാരെ രക്ഷിക്കണം. ഇവിടെ നടന്നു വരുന്നവർ, നടന്നു പോകുന്നവരൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് പെട്ടെന്ന് ആൾക്കാരെ വച്ച്, കൂടുതൽ ജോലിക്കാരെ വച്ച് പെട്ടെന്ന് തീർത്തെടുത്താൽ കൊള്ളാമായിരുന്നു. ഒരു സൈഡൊക്കെ അതുള്ളതുകൊണ്ട് ആൾക്കാർ എങ്ങനെയും പോകും. പക്ഷേ ഇവിടങ്ങളിലൊക്കെ താമസിക്കുന്ന ചില രോഗികളുടെ കാര്യമാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അത് പെട്ടെന്ന് കോർപ്പറേഷൻ്റെയും നമുക്ക് നല്ല ഊർജ്ജസ്വലനായ ഒരു കൗൺസിലറുണ്ട്, അദ്ദേഹവും പറഞ്ഞ് അതൊന്ന് ചെയ്തെടുക്കണം. ഒരുപാട് പേർക്ക് പ്രയാസങ്ങളുണ്ട്. നടക്കാൻ വയ്യാത്തവരുടെ കാര്യമാണ് കഷ്ടം. ഓട്ടോയിൽ തന്നെ പോയാലേ അവർക്ക് അവരുടെ കാര്യം നടക്കുമെന്നുള്ള ഒരുപാട് പ്രായമുള്ളവരുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതിടുന്നത്. എവിടെ ഉരുണ്ട് വീണ്? അല്ല, ഇവിടെ ഈ പ്രായമായിട്ടുള്ളവർക്കെല്ലാം പ്രയാസം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ ഒന്നത്തിൽ ആൾക്കാരെ കൂടുതൽ വെച്ച് പണി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുള്ളൂ. ഒരുപാട് പേരുണ്ട്. 2 പേരേ ഉള്ളൂ. അത് തന്നെ. അപ്പോൾ അത് അവർ കൂടുതൽ ആളെ വെച്ചൊക്കെ പെട്ടെന്ന് തീർക്കാമായിരുന്നു. നല്ല കാര്യമാണ്. പക്ഷേ അത് ഇതിനൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വയ്യാത്തവരാണ്, ഇതൊക്കെ പ്രായം ചെന്നവരൊക്കെയാണ്. അവർക്ക് നടക്കാനും എടുക്കാനൊക്കെ പ്രയാസമാണ്. ആട്ടയെ മാത്രം ആശ്രയിച്ച് പോണവരാണ്. ആട്ടോ ഇങ്ങനെ വരത്തുമില്ല. ഇനിയിപ്പോൾ ഇത് ഇട്ടാലും ഉടനെ അതിനോടൊപ്പം റോഡ് റെഡിയാവണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. ഇപ്പോൾ വെള്ളക്കെട്ടൊന്നും ഇല്ലല്ലോ. വെള്ളം കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് കൂടെ ഓട വരണം, എന്നാലേ ആ വെള്ളക്കെട്ട് മാറുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അധികൃതർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സന്മനസ്സുണ്ടാവണം. ഇവിടെയുള്ള പ്രായമുള്ളവരെയും രോഗികളെയും രക്ഷിക്കണം. ഒന്നാമത് പാമ്പിൻ്റെ ശല്യം അങ്ങനെയുള്ള ഭയങ്കര ഇതൊക്കെ ഉള്ള ഒരു മേഖലയാണ്. അത് കുറച്ച് വീടുകൾ മാത്രം ഉള്ളത്. ഇവിടെയൊക്കെ ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതിൽ അധികൃതരെ പെട്ടെന്ന് ഇടപെട്ട് കൂടുതൽ ജോലിക്കാരെ വച്ച് തീർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ പാതിരപ്പിയുടെ മുഖച്ഛായ തന്നെ മാറും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ. ആദ്യമേ ഇത് നീർച്ചാലൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോഴേ അതിൻ്റെ ഒരു നടപടി സ്വീകരിച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു.
പിന്നെ വെള്ളം കെട്ടിക്കിടന്നാലുള്ള അവസ്ഥ. ഇപ്പം മഴക്കാലമാണ്, ഡെങ്കിപ്പനിയും അങ്ങനെയുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും കളിയാക്കാനോ ആർക്കും ഒരു കുറവ് വരുത്താനൊന്നുമല്ല. ഇവിടുത്തെ ആൾക്കാരുടെ പ്രയാസം കൊണ്ട് മാത്രം കാണിക്കുന്നതാണ്.